ഹലോ, ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. കാരണം കുറച്ച് ബിസി ആയിരുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം. ഇതൊരു സിമ്പിൾ ഡിസൈനാണ്, ആർക്കും വരയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനാണ്. മെഹന്തി ഇടുന്നവർക്കും ഇടാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഉള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ക്ഷമ വേണം. ക്ഷമ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ഫീൽഡിൽ. കാരണം ഞാൻ ഈ വീഡിയോ തന്നെ ഒരു 30-35 മിനിറ്റുള്ള വീഡിയോ ആണ് എഡിറ്റ് ചെയ്ത് 2 മിനിറ്റ് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ബ്രൈഡൽ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് 5-6 മണിക്കൂർ എടുക്കും, ചിലപ്പോൾ 7-8 മണിക്കൂർ എടുക്കും. അപ്പം അത് നമ്മൾ ഡിസൈനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ ആണെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും, സിമ്പിൾ ഡിസൈൻ ആണെങ്കിൽ അത്ര ടൈം എടുക്കില്ല. പക്ഷേ എങ്കിലും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്ലോയിൽ ചെയ്യുക, സ്പീഡിൽ ചെയ്ത് തീർക്കാൻ വേണ്ടി ചെയ്യുന്നു ആ ഒരു രീതി ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെഹന്തിക്ക് പെർഫെക്ഷൻ കിട്ടൂല. ലാസ്റ്റ് നമ്മൾ മെഹന്തി ഫുൾ ഇട്ട് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമുക്കൊരിഷ്ടം, ഒരു പെർഫെക്ഷൻ അതിൽ തോന്നണം. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഇടുക, സ്പീഡ് കുറച്ചിട്ടിടുക, ഓരോ എലമെൻറ്റും ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് മാത്രം വരയ്ക്കുക. 5 മിനിറ്റ് കൊണ്ട് തീർക്കണം, അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തീർക്കണം, ഈ പെട്ടെന്ന് തീർത്തിട്ട് പോകണം. ആ ഒരു രീതിയിലാണ് നമ്മൾ മെഹന്തി ഇടുന്നതെങ്കിൽ നമ്മുടെ മെഹന്തിക്ക് ഒരു പെർഫെക്ഷനും കാണൂല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ മെഹന്തിക്കും അടിപൊളി ഒരു ലുക്ക് കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോണിൻ്റെ ടിപ്പ് എപ്പോഴും ക്ലീൻ ചെയ്യുക. നമ്മൾ ഒരു എലമെൻറ്റ് വരച്ചതിന് ശേഷം ടിപ്പ് ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത എലമെൻറ്റ് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം ബ്രൈഡൽ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്